വെൽക്കം ബാക്ക് മാനസ് വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മരച്ചില കൊണ്ടൊരു പൂമരം ഉണ്ടാക്കുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക്. ആദ്യം തന്നെ നമുക്ക് പൂമരം വെക്കാനുള്ള പോട്ട് തയ്യാറാക്കാം. അത് ഞാനിവിടെ ഉണങ്ങിയ കുറച്ച് മരച്ചിലകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കോട്ടൺ ബഡ്സിൻ്റെ ബോട്ടിലാണിത്. അതിൽ ഞാൻ 2 റബ്ബർ ബാൻഡ് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഓരോ മരച്ചിലകളായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു. ഞാനിതിൽ ഗമ്മൊന്നും ഉപയോഗിക്കുന്നില്ല, ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വുഡ് കളറും പിന്നെ ബ്ലാക്കും കൂടി ചേർന്നിട്ടാണ്. ജസ്റ്റ് വെറും ബ്ലാക്ക് മാത്രം എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഈ വുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബ്രൗൺ കളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കാം നമുക്ക്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഉണങ്ങിയ മരമായ കാരണം തന്നെ പെയിൻറ്റും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് മണലിട്ട് കൊടുക്കാം. മരച്ചില ഇതിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മണലിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ടിഷ്യൂ കട്ട് ചെയ്യാം. ഇതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കണം ടിഷ്യൂ. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും കറക്റ്റായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സിമ്പിളാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ പോട്ടിന് അടിച്ചിരുന്ന പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഈ മരച്ചിലക്കും കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഏകദേശം 1 വർഷം മുമ്പ് തയ്യാറാക്കിയതാണ്. ഇനി നമ്മൾ എവിടെയാണോ ഫ്ലവർ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ പശ തേച്ച് കൊടുക്കുക. ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസും അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലവറൊക്കെ ജസ്റ്റ് ഒന്ന് കേട് വന്നിട്ടുണ്ട്. അത് കുട്ടികളൊക്കെ കളിച്ച കാരണം കേട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇതുവരെ ഇതിനൊരു കുഴപ്പമില്ല. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇനി നമുക്ക് തയ്യാറായിട്ടുള്ള പൂമരം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോട്ടിലേക്ക് വെക്കാം. ഇനി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളാരങ്കൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൂമരം തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്